എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴ സമയത്തെ പ്രൂണിങ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കരിഞ്ഞു വന്ന പൂക്കൾ എന്തുകൊണ്ട് നശിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഇത്. കണ്ടോ, നല്ല രീതിയിൽ ചെടിയിൽ പൂപ്പൽ പിടിക്കും. പൂവിൽ കണ്ടോ നല്ല രീതിയിൽ, കാരണം ഈ ഉണങ്ങിയ പൂവിലേക്ക് ഈ വെള്ളം വീണിട്ട് നല്ല രീതിയിൽ കണ്ടോ പൂപ്പൽ പിടിക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എത്രയും നമ്മുടെ പ്ലാന്റ് നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ തന്നെ പ്രൂൺ ചെയ്ത് കളയണം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് നിൽക്കുന്നെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഫ്രഷായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇത് കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ പൂപ്പൽ വരെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ പൂപ്പലുണ്ടോ? അത് പ്ലാന്റിന്, കാരണം ഇത് ഒരുപാട് ഫ്ലവർ ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രൂൺ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ആ ഫ്ലവേഴ്സ് വന്ന ഒരു ചെറിയ ഏരിയ, ഒരുപാട് പ്ലാന്റ് വെട്ടിക്കളയണമെന്നല്ല. എന്നിരുന്നാലും ഫ്ലവേഴ്സ് വന്ന് പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നിട്ട് ഇവിടെ ഒരു ഇച്ചിരി ചെറിയ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോഴേക്കും പിന്നെ അവിടെ ഒരു പുതിയ തളിർപ്പ് വന്ന് ഇതൊരു ഫ്രഷ് പ്ലാന്റായിട്ട് നിൽക്കും. അപ്പോൾ നോക്കിയാൽ മതി, കണ്ടോ ഇതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടോ ഇതിൽ പൂപ്പൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൂപ്പൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം വാടി തുടങ്ങുന്ന ഫ്ലവേഴ്സ് ഈ മഴക്കാല സമയത്ത് നിർത്തരുത്, പ്രത്യേകിച്ച് റോസുകളിൽ. ഏത് പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം വാടുന്ന ടൈമിൽ തന്നെ അത് കളയാൻ വേണ്ടി നോക്കുക. കാരണം അത് തനിയെ സമ്മറിലെ പോലെ കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കരുത്. ഈ മഴക്കാല സമയത്ത് നമ്മൾ പ്ലാന്റ്സിന് ഒരു ചെറിയ ഒരു കെയർ കൊടുക്കേണ്ടി വരും. നമ്മളിപ്പം വെള്ളം ഒഴിക്കുന്ന സമയം വേണ്ട, അല്ലാതെ ഇതിൻ്റെ പിറകെ നടന്ന് നോക്കിയെന്ന് വേണ്ട. വെള്ളമൊക്കെ അത്യാവശ്യം മഴ സമയത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് നമുക്ക് ഈ പ്രാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കണം. കണ്ടില്ലേ നമ്മളെ ഫ്ലവേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രൂൺ ചെയ്ത് കളയണം. കണ്ടോ, ഇതും വേറൊരു റോസാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ അതിൻ്റെ വേണ്ടാത്ത ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരുവിധം കരിഞ്ഞു തുടങ്ങുന്ന ഫ്ലവേഴ്സ് സമ്മറിലെ പോലെ തനിയെ കൊഴിഞ്ഞു പോകത്തില്ല, അതിൽ അവിടെ നിന്ന് തന്നെ അഴുകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യുക, മാക്സിമം കട്ട് ചെയ്യുക. കാരണം എങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള തിളിർപ്പുകൾ വന്നിട്ട് അവിടെ നിന്ന് തിളിർപ്പുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടാണ്. കാരണം പിന്നെ വരുന്ന തിളിർപ്പിൻ്റെ ഹെൽത്തി ഉണ്ടോ, നല്ല കട്ടിയായിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക. ഈ മഴ സമയമായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ സർവൈവ് ചെയ്യുകയും ചെയ്യും. ഈ ഫ്ലവേഴ്സൊക്കെ ഓക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആയി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്യാം. അല്ല, അത് കാണാൻ ഭംഗിക്ക് നിർത്താൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് വളർന്ന് തുടങ്ങും. ഇതുപോലെ ഉണങ്ങിയ കമ്പുകൾ ഈ സമ്മർ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും. കാരണം ഈ സമ്മർ കാലത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയ കമ്പുകൾ നമ്മൾ ഈ മഴക്കാലത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡീപ്പ് പ്രൂണിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ പറയുന്നത് സാധാരണ ഒരു ചെടി, അത്യാവശ്യം വളർന്ന ചെടി നിങ്ങൾക്ക് ഡീപ്പ് പ്രൂൺ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ വെച്ചിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കമ്പൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഈ മഴ സമയത്ത് കട്ട് ചെയ്തിട്ട് വേറെ ഒരെണ്ണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കിത്രയും പ്രൂണിങ് മാത്രം ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഇത് കണ്ടോ, ഇതിപ്പം ഏകദേശം ഒന്ന് ഉണങ്ങി വന്നതേ ഉള്ളൂ. ഇതിൽ പൂപ്പലൊന്നും പിടിച്ച് തുടങ്ങിയില്ല. പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ എലിസബത്ത് റോസിൻ്റെ ഒരു ഷോർട്സ് ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പൂത്ത് നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പം കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മഴ കാരണം അതിൽ കണ്ടോ ഇതുപോലെ പൂപ്പലൊക്കെ പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതുപോലത്തെ ഈ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന യൂസ്ഡ് അല്ലാത്ത ബ്രാഞ്ചസ് ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടോ ഇതുപോലെയൊക്കെ വേറൊരു തളിർപ്പ് വന്നിട്ട് എന്ത് ചെയ്യും, മുട്ടുകളൊക്കെ വന്ന് നിറച്ചത് പൂക്കാനുള്ള സമയം ആയിരിക്കും. നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന മെയിൻ സീസണാണ് മഴ. ഞാൻ പറയുന്നത് ഒരുപാട് പേമാരി പെയ്യുന്ന സമയമല്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അത്യാവശ്യം ഇടയ്ക്ക് ചൂടും അത്യാവശ്യം മഴയും കിട്ടുന്നൊരു ക്ലൈമറ്റാണ്. ഈ സമയത്ത് നിങ്ങളുടെ പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ അവർ കുറച്ച്
എന്താ ക്ലൈമറ്റൊക്കെ. കാരണം കഴിഞ്ഞ സമ്മറിലും ഒരുപാട് പ്ലാന്റ്സ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാലും അത് ചൂട് സഹിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വളരെ വലിയ മഴയും ഇവർ സർവൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ട് നിർത്തിയാൽ ഒരു ഏറെക്കുറെ ഡാമേജൊക്കെ ഇത് എന്ത് ചെയ്യും, നിൽക്കും. ഇല്ലാതെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ക്ലൈമറ്റ് അറിയാമല്ലോ, ഓരോന്നും ഓരോ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത, ചെടികൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് ഇതൊക്കെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ഇത്രയും മനോഹരമായ പൂക്കൾ വരുന്ന നമ്മളെ ചെടിയോട് നമുക്ക് കുറച്ച് കരുതൽ വേണം. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും വിട്ടുപോകരുത്. നിങ്ങളുടെ ഏത് പ്ലാന്റിലും ഇത് നിങ്ങൾക്ക് പൂക്കളുണ്ടായി അല്ലെങ്കിൽ ഇലകൾ പോലും ഈ അഴുകി പൂപ്പല് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിനെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കണം. അവിടെ നിന്ന് ചിലപ്പോൾ ചെടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് കുറച്ച് സമയം, ഈ ശനിയും ഞായറോ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് സമയം ഓരോരോ ചെടികളായിട്ട് ടേക്ക് കെയർ ചെയ്യുക. എപ്പോഴും ഇതിൻ്റെ പുറകെ നടന്ന് ടേക്ക് കെയർ ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും 1-2 പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് വന്ന് നോക്കുക. ഇതുപോലത്തെ ഒന്ന് കട്ട് ചെയ്യാൻ 10 മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഇത്രയും മനോഹരമായ പൂക്കൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. തിരിച്ചും നമ്മൾ അതുപോലെ അവർക്ക് ആ ടേക്ക് കെയർ കൊടുക്കണം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.